ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് എന്താ? ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അല്ല. ഉടമ്പടിയുടെ നാക്ക് മാത്രമാണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന. ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് ഇവാഞ്ചലൈസേഷനാണ്. ഇവാഞ്ചലൈസേഷനിലൂടെ മാത്രമേ കൃപ വരത്തുള്ളൂ. അതാണ് വിഷയം. മറ്റെല്ലാം അനുഗ്രഹങ്ങളാണ്. ഇപ്പം അറിയണമെങ്കിലേ ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. യേശു സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടിയുടെ തലയുണ്ട്, ഉടമ്പടിയുടെ ഹൃദയമുണ്ട്, ഉടമ്പടിയുടെ കൈയുണ്ട്, ഉടമ്പടിയുടെ കാലുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ. അപ്പം ഇത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. അത് തലയെന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ് തലയെന്ന് പറയുന്നത്. അനുഗ്രഹമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഈ സിൽവർ ഗ്രേയിലൊക്കെ വരുമ്പോൾ ഇവർക്ക് അവസാനം ഇവർ ദൈവമായിട്ട് ഫുൾ ആൻഡ് ഫുൾ ഇൻ്റലക്ച്വലി അവർ കൺവിൻസ്ഡ് ആണ് ഈ വിഷയത്തെക്കുറിച്ച്. അവർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് അല്ല. എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്കൽറ്റഡ് മനുഷ്യനെ ഇഫ് ദേ ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് ദേ ആർ നോട്ട് ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. അതാണ് മനുഷ്യൻ്റെ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ആന്തരിക ബൗദ്ധിക ബോധ്യം കിട്ടിയാൽ വൈകാരികമായിട്ട് നമ്മൾ അലോചിച്ചതല്ല. ഉടമ്പടിയിലെ തല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃപ ടാപ്പ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് ഉടമ്പടി തലയെന്ന് പറയുന്നത് എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. ചില